சுதந்திர வாழ்க்கை. മഹാറാണി ഒരു ഭംഗിയുള്ള കിളിയെ വളർത്തി വന്നു. അതിനെ സ്വർണ്ണക്കൂട്ടിലിട്ട് അതിന് പഴവും ധാന്യങ്ങളും നൽകുമായിരുന്നു. ചില വാക്കുകൾ സംസാരിക്കാൻ അതിനെ പഠിപ്പിച്ചു. എന്താ അത്? വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നല്ലോ. വാരാമ, ഈ കിളി നമ്മുടെ അരമനയിലായിരിക്കും ഇനി വസിക്കുക. അതിന് നല്ല വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ അറിയൂ. എന്ത് സംസാരിക്കുമെന്നോ? പക്ഷികൾ സ്വയം സംസാരിക്കില്ല. നമ്മൾ നൽകുന്ന ഭക്ഷണത്തിനായേ സംസാരിക്കൂ. അല്ല രാമ, ഇത് വ്യത്യസ്തമായ കിളിയാണ്. നല്ലത് മാത്രമേ പറയൂ. ക്ഷമിക്കണം മഹാരാജാവേ, താങ്കൾ അനുവദിച്ചാൽ അത് നുണയാണെന്ന് തെളിയിക്കാം. അതെങ്ങനെ? കുറച്ച് ദിവസത്തേക്ക് ഈ കിളിയെ ഞാൻ വളർത്തിയിട്ട് പിന്നീട് ഇതിനെ കൊണ്ടുവരാം. ശരി, നീ തെളിയിച്ചില്ലെങ്കിൽ നിനക്ക് ശിക്ഷ ഉറപ്പാണ്. രാമൻ ആ കിളിയെ എടുത്തുകൊണ്ടുപോയി. ഒരു കിളി വളർത്തുകാരന്റെ സഹായത്തോടെ അതിനെ ചില ചീത്ത വാക്കുകൾ പഠിപ്പിച്ചു. മഹാരാജാവ് വൃത്തികെട്ടവൻ, രാജ്ഞി നാണം കെട്ടവൾ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കിളിയെ തിരിച്ചു കൊണ്ടുവന്നു. രാമ, എന്റെ കിളിയെ നീ എന്താ ചെയ്തത്? മുമ്പ് ഇതിങ്ങനെ സംസാരിച്ചിരുന്നില്ലല്ലോ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ. മൃഗങ്ങളും പക്ഷികളും നാം കൊടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി നാം എന്തു പഠിപ്പിക്കുന്നോ അത് തന്നെ ആവർത്തിക്കൂ. പക്ഷി മൃഗാദികളെ കൂട്ടിലടയ്ക്കരുത്. അവയെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണം. മഹാരാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി ആ കിളിയെ സ്വതന്ത്രമാക്കി.